ഓക്കെ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ പുതിയൊരു പരിപാടിയാണ് ചെയ്യുന്നത്. ഒരു കാറിൻ്റെ റിവ്യൂ, 2026 റെനോൾഡ് ഡസ്റ്ററിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ചാനലിൽ എന്തെങ്കിലും പുതിയ തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാൻ F1 റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. F1 ചെയ്തിട്ടുണ്ട്, വേൾഡ് റാലി, വേൾഡ് എൻഡുറൻസ്, ഡേറ്റോണ, അങ്ങനെ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ റീസെൻ്റ്ലി ഒരു മൂവി റിവ്യൂ ചെയ്തായിരുന്നു, F1 മൂവിയുടെ റിവ്യൂ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതില്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കാർ റിവ്യൂ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ ഏത് രീതിയിലൊരു കാർ റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് റെനോൾട്ട് ഈ ഒരു ഐറ്റം ഇറക്കി വിട്ടത്. എന്ന് പറഞ്ഞാൽ സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി മാരക ലുക്കാണ്, നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ ഈ റെനോൾട്ടിൻ്റെ 2026 റെനോൾട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കാണുന്നത് ഡോക്ടർ ഫഹദ് VPയുടെയാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കണ്ടത്. പുള്ളിയുടെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ കണ്ടത്. So let's watch all new 2026 Renault Duster. അടിപൊളി ലുക്ക് കേട്ടോ, പഴയ ആ ഡസ്റ്ററിന് തന്നെ ആ ഒരു ബോക്സി ലുക്ക് കാര്യങ്ങളൊക്കെ. ഫ്രണ്ടിൽ എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് LED DRLs, LED ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. LED DRLs, LED ഹെഡ്ലൈറ്റ്സ്, പിന്നെ ഫോഗ് ലാംപ്സ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ റെനോയുടെ സിമ്പിൾ എടുക്കുക, ലോഗോ കൊടുക്കാതെ ഡസ്റ്റർ എന്നായി തന്നെ ആ പ്രിന്റ് ചെയ്തിരിക്കുന്നത്, അത് കൊള്ളാം. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാറിൻ്റെ റിവ്യൂ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കാണും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് XUVs, അതായത് സ്കോർപിയോ, നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സ്കോർപിയോ, ഫോർച്യൂണർ, ഷെവർലെറ്റിൻ്റെ ടവേറ, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ XUV എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു വണ്ടിയായിരിക്കും ഡസ്റ്റർ. സോ ഡസ്റ്റർ തിരിച്ചു വന്നിരിക്കുന്നത് 5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴത്തേന് കംപ്ലീറ്റ് മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യയിലാണ്. അതായത് പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പം സെറ്റിങ്സിലും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ രീതിയിലൊക്കെ, ഇത് ഇന്ത്യയിലുള്ള ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ 2026 റെനോയിൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന വേരിയൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. സോ ഫസ്റ്റ് വേരിയൻറ്റ് എന്ന് പറയുന്നത് 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിന്. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 100 PS അതേപോലെ 160 Nm ടോർക്കുമാണ്. പിന്നെ അടുത്ത വേരിയൻറ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ബേസ്ഡ് ആണ്. അത് 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കൂടുതലാണ്. പവർ എന്ന് പറയുന്നത് 160 PS ആണ് വരുന്നത്. പിന്നെ 280 Nm ടോർക്കും. പിന്നെ ഈ പെർഫോമൻസ് വേരിയൻറ്റിന് ട്രാൻസ്മിഷൻ സിസ്റ്റം വരുന്നത് 6 സ്പീഡ് മാനുവലും ഉണ്ട്, 6 സ്പീഡ് DCT ഉണ്ട്. പിന്നെ അടുത്ത ടോപ്പ് വേരിയൻറ്റ് എന്ന് പറയുന്നത് 1.8 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ്. ഒരു 1.8 ലിറ്ററിൻ്റെ ഒരു മാസീവ് എഞ്ചിനും ഉണ്ട്. അതുപോലെ തന്നെ 1.4 kWh ഒരു ബാറ്ററി ഉണ്ട്. ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പവർ ട്രെയിനാണ്. പിന്നെ ഇന്ത്യ തന്നെ മാനുഫാക്ചർ ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ റോഡുകളിൽ ഓടിക്കാൻ ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്കകത്തുണ്ട്. 6 എയർ ബാഗ്സ്, ABS, അതുപോലെ ADAS പോലെയുള്ള സിസ്റ്റംസ് കാറിലുണ്ട്. പിന്നെ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ബൂട്ട് സ്പേസിൻ്റെ കാര്യം. 518 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇന്ത്യൻ റോഡ്സിൽ ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് 212 mm. പിന്നെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 10.1 ഇഞ്ചിൻ്റെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ്. അപ്പോൾ ലോഞ്ചിൻ്റെ സമയത്ത് റെനോൾട്ടിൻ്റെ CEO പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറിനകത്ത് ഇൻബിൽഡായിട്ട് ഗൂഗിൾ ആപ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സ് ആയിക്കോട്ടെ, അതായത് ഗൂഗിൾ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആപ്സും നമുക്ക് ഇൻഫോർടൈൻമെൻറ്റിൽ തന്നെ കിട്ടും, നമ്മുടെ ഫോണിൻ്റെ ആവശ്യമില്ല. പിന്നെ കാറിൻ്റെ റിയറിലേക്ക് വരുവാണെങ്കിൽ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന വലിയ LED റിയർ ലാംപ്സ് ഉണ്ട്. പിന്നെ വീലിൻ്റെ കാര്യം വരുവാണെങ്കിൽ 18 ഇഞ്ച് ബ്ലാക്ക് അലോയ് വീൽസ് ആണ്. പിന്നെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ ഞാൻ തോന്നുന്നു ഒരു ഹിമാലയൻ ബാഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു അടിപൊളി വണ്ടിയായിട്ടാണ് തോന്നുന്നത്. അടിപൊളി നല്ല ലുക്കുണ്ട്, നല്ല പെർഫോമൻസ്,
വരുന്ന പവർ ട്രെയിൻസ് ആണെന്ന് തോന്നുന്നു. ഈ കാറിന്റെ ലോഞ്ചിങ് സെറമണി ഭയങ്കര ഗ്രാൻഡായിട്ടാണ് റെനോ നടത്തിയത്. പ്രഭുദേവയെ അതുപോലെ കുറെ സെലിബ്രിറ്റീസിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? റെനോ തിരിച്ചു വരുന്ന ഇന്ത്യയുടെ മാർക്കറ്റ് ഓടിക്കുമോ? അപ്പൊ ഇതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ മാർച്ച് ആകുമ്പോഴത്തേനെ അനൗൺസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ വണ്ടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.